നമസ്കാരം ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞാൻ എന്തുകൊണ്ടാണ് FCPയിൽ നിന്നും ഡാവിഞ്ചിയിലേക്ക് സ്വിച്ച് ചെയ്തതെന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് എന്ന് പറയുന്നതിന് അവിടെ ഒരു പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കളർ ഗ്രേഡിങ്ങിന് വേണ്ടിയാണ് സ്വിച്ച് ചെയ്യുന്നത്. നമ്മുടെ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി എനിക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ പലർക്കും കല്യാണ വീഡിയോസും അതുപോലെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന സമയത്ത് കളർ ഗ്രേഡിങ് മസ്റ്റാണ്. എനിക്ക് കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ആവശ്യമുള്ളത്. അല്ലാത്ത പക്ഷേ നമുക്ക് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യം കൊണ്ടല്ല സ്വിച്ച് ചെയ്തത്. പിന്നെ VFX ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമ്മളിപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഫ്യൂഷനാണ്. ന്യൂക്ക് ഫ്യൂഷൻ പോലുള്ള സോഫ്റ്റ്വെയറുകളാണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് അതാണ് ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫ്യൂഷനാണ്. ആ ഒരു പ്രധാനപ്പെട്ട കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ FCPയിൽ നിന്ന് ഡാവിഞ്ചിയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ വേറെ കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്, മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക് VFX സ്റ്റുഡിയോ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു FCPൻ്റെ അകത്താണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓഡിയോ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ടൈം ലൈൻ തന്നെ റെക്കോർഡ് ചെയ്ത് പോകാൻ നല്ല യൂസ്ഫുൾ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് നോയ്സ് കട്ട് ചെയ്യാനുള്ള പ്രീസെറ്റ് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമസ്കാരം ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേപോലെ നമുക്ക് ടൈം ലൈനിൽ താഴെ തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ ഞാൻ ഐസൊലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഐസൊലേഷനാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ ഒരു ക്ലിക്ക് അങ്ങനെ സൗണ്ട് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, ഐസൊലേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സൗണ്ട് പ്രശ്നം എല്ലാവർക്കും വരുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ പുതിയൊരു പേജ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഫെയർലൈറ്റ് എന്നൊരു പേജാണ്. ഇതിലാണ് നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് പ്രീസെറ്റ് ചെയ്ത്, ഞാൻ ട്രാക്ക് നമ്പർ 2ലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ട്രാക്ക് നമ്പർ 2ൻ്റെ അകത്ത് എനിക്ക് പ്രീസെറ്റ് ആയിട്ട് ഇതേപോലെ നോയ്സ് കട്ട് ചെയ്യാം, ഓവറായിട്ട് വരുന്ന സൗണ്ടിനെ കട്ട് ചെയ്യാം. അതേപോലെ ഈക്വലൈസർ സെറ്റ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള റെക്കോർഡിങ്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അതിൻ്റെ അകത്ത് ഐസൊലേഷൻ കൊടുക്കാനാണെങ്കിലോ ഇതേപോലെ ഐസൊലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് ഐസൊലേഷൻ എന്നുള്ള ഈ ഒരു ടാബ് വളരെ ആക്യുറേറ്റ് ആണ്. നമുക്ക് ആ ഒരു ഞാൻ ആ വോയിസിനെ റിമൂവ് ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റാത്ത അത്രയും ക്വാളിറ്റിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അത്ര ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടാവില്ല. എനിക്ക് ഒരുപാട് ആംബിയൻ നോയ്സ് ഉണ്ട്, അതേപോലെ പുറത്തുനിന്നുള്ള സൗണ്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കട്ടായിട്ട് നല്ല ക്വാളിറ്റിയിലാണ് എനിക്ക് കിട്ടുന്നത്. പേഴ്സണലി അല്ല, കമ്പാരിറ്റീവ്ലി ഞാൻ രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയാണ്, FCPക്കാളും നല്ലൊരു ഓഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി, ഐസൊലേഷന്, സെറ്റിങ്സ് ഒക്കെ വരുന്നത് ഡാവിഞ്ചിൻ്റെ അകത്താണ്. ആദ്യത്തെ ഒരു കാരണം ഇതാണ്, ഞാൻ ഡാവിഞ്ചി തന്നെ നിന്ന് പോകാനുള്ള, തിരിച്ച് FCയിലേക്ക് പോകാതിരിക്കാനുള്ള മെയിൻ കാരണം ഇതാണ്. അടുത്തൊരു കാര്യം ട്രാക്കിംഗ് ആണ്. നമ്മൾ FCPൻ്റെ അകത്ത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ താഴെ ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാ നമുക്കിവിടെ ട്രാക്കർ എന്നുള്ളവിടെ ഒരു പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് ട്രാക്കറൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട ഏരിയയിലൊക്കെ ട്രാക്കിംഗ് കൊടുക്കുക. അതായത് നല്ല ട്രാക്കിംഗ് കിട്ടുന്നുണ്ട്. 10ലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. 11 വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ട്രാക്കിംഗ് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു പോയിന്റുകളുണ്ട്, ആ ഒരു 3 പോയിന്റിൽ തന്നെയാണ് ട്രാക്ക് ചെയ്ത് അത്യാവശ്യം പോകുന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് ലിങ്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടാണല്ലേ. പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാത്ത രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ FCPയിൽ ട്രാക്കിംഗ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യാന്നുള്ള. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇതിനേക്കാളും ബെറ്റർ ആയി ട്രാക്കിങ്ങും ഒരുപാട് ട്രാക്കിംഗ് മെത്തേഡുകളും നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ VFX ചെയ്യുന്ന സമയത്ത് ഫ്യൂഷൻ്റെ അകത്ത് പ്രത്യേക ഒരു പേജ് തന്നെയാണല്ലേ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഈസി മെത്തേഡാണ്. നമുക്ക് ഇതേപോലെ എന്തിനെങ്കിലും ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായി നമുക്ക് മറ്റേ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്യാം. ജസ്റ്റ് വീഡിയോനെ ആഡ് ചെയ്ത് ഫ്യൂഷനിലേക്ക് വന്നു. ഫ്യൂഷനിലല്ലാതെ ടൈം ലൈനിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതി, ഒരു പ്ലഗിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നമ്മൾ ഓൾറെഡി 2-3 പ്ലഗിനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടൈം ലൈനിൽ തന്നെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാനുള്ളൊരു ടൂള്, അതേപോലെ ഫേക്ക് PNGകൾ ഉണ്ടാവില്ലേ, PNGൻ്റെ ബാക്കിൽ കട്ടായിട്ടുള്ള ആ PNG ഒറ്റ ക്ലിക്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ റിമൂവ് ചെയ്യാനുള്ള ടൂള്, പിന്നെ വെബ് ക്യാം പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള അങ്ങനെ കുറച്ച് എഫക്റ്റുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ കളർ ഗ്രേഡിങ് ഞാൻ പറഞ്ഞല്ലോ, കളർ ഗ്രേഡിങ് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലഗിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, വൈറ്റ് ബാലൻസ്, വൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അതിൽ ചെയ്യാം. പിന്നെ മാസ്കിങ്, നമുക്ക് നേരെ ഫ്യൂഷനിൽ പോവാതെ ഇവിടെ തന്നെ ഈ ഒരു ടൂളിൻ്റെ എവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ ഇതേപോലെ മാസ്ക് വരച്ച് മാസ്കിങ് ചെയ്യാനുള്ളൊരു പ്ലഗിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം 3 പ്ലഗിൻസാണ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, മാസ്കിൻ്റെ പ്ലഗിന്, കളർ ഗ്രേഡ് പ്ലഗിന്, പിന്നെ ഈ ഒരു എഫക്റ്റുകൾ വരുന്ന ഒരു പ്ലഗിന്. എഫക്റ്റുകൾക്ക് ഫ്രീ ഉണ്ട്,
പെയ്ഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പെയ്ഡ് ഇതിന് ഓരോ പാക്കേജിന് 100 രൂപ വെച്ചാണ് വാങ്ങുന്നത്, ഓരോന്നിനും 100 രൂപ. നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. സാധാരണ ഇതിൽ 100 രൂപയ്ക്കൊന്നും ഇങ്ങനത്തെ പാക്കേജുകൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പഠിച്ച് വരുന്നവരും തുടക്കക്കാരും കൂടുതലും സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും. അവരെ ഉദ്ദേശമാണ് ചെറിയൊരു പാക്കേജ് ആയിട്ട് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. അതേപോലെ ഈ QR കോഡിൻ്റെ അകത്ത് സ്കാൻ ചെയ്ത് വാട്സപ്പിലേക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാനപ്പോൾ അതിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അതുപോട്ടെ. അപ്പോൾ ആ ട്രാക്കിങ്ങിൻ്റെ നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ടൈം ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചോട്ടെ. നടക്കുമെന്നറിയില്ല. ചെറിയ കോഡിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, അതാണ് ബുദ്ധിമുട്ട്. നമുക്ക് കോഡിംഗ് ഒന്നും അത്ര വശമല്ല. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് അവിടെ ട്രാക്കറിനൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 4 ട്രാക്കറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒന്ന് ജസ്റ്റ് ഒരു പോയിന്റിനെ ട്രാക്ക് ചെയ്യാനുള്ളതാണ്, പിന്നെ ഒരു സർഫേസിനെ ട്രാക്ക് ചെയ്യാനുണ്ട്, പിന്നെ പ്ലെയിൻ എന്തെങ്കിലും ചുമര് പോലത്തെ പ്ലെയിനുകളെ ട്രാക്ക് ചെയ്യാനുള്ള പ്ലാനാർ ട്രാക്കർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമറ ട്രാക്കർ, ക്യാമറ മൊത്തത്തിൽ VFX ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലണ്ടറിലൊക്കെ ചെയ്യുന്ന സംഭവങ്ങളില്ല, അത് അതേപോലെ ട്രാക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ക്യാമറ ട്രാക്കർ. അങ്ങനെ 4 ടൈപ്പ് ട്രാക്കറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോന്നും ഇൻ്റലി ട്രാക്കറൊക്കെ ഇതിൽ വരുന്നുണ്ട്, അതായത് ഇൻ്റലിജൻറ്റ് ട്രാക്കർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഈ ട്രാക്കറിനൊന്ന് പരിചയപ്പെടാം. ഇതേപോലെ ഒരു ട്രാക്കർ പോയിന്റ് നമുക്ക് കിട്ടും. അവിടെ നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്തെടുക്കാം. നേരത്തെ കൊടുത്ത ആ 3 കുത്തുകൾ തന്നെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇൻ്റലി ട്രാക്കർ ഉണ്ട്, പോയിന്റ് ട്രാക്കറും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇൻ്റലി ട്രാക്കർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രാക്കിംഗ് ആയിരിക്കും. കണ്ട ആ ഒരു പോയിന്റ് അവിടെ നിന്ന് മിസ്സായിട്ടോ, എന്നാലും അവിടെയുള്ള വേറെ ഏതോ ഒരു കളറിനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് അത് ബാക്കോട്ടേക്കും മുന്നോട്ടേക്കും ട്രാക്ക് ചെയ്ത് പോകണം. കണ്ട ഇപ്പോൾ നമുക്ക് ഇവിടെ വളരെ സിമ്പിളായിട്ട് ടെക്സ്റ്റിനെ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലത്തെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഈ ടെക്സ്റ്റിൻ്റെ അകത്ത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ടൈപ്പ് ചെയ്തു. ഇതിന് ഞാൻ ഈ ഒരു ട്രാക്കറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പറേഷനിൽ പോയിട്ട് മാച്ച് മൂവ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാൻ ഈ ടെക്സ്റ്റിനെ ഇവിടേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. ഏകദേശം ഈ നടുവിലാവുമ്പോൾ കറക്കത്ര അറിയില്ലല്ലോ, ഈ സൈഡിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നോക്കിക്കോ, പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടാം എന്തൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാക്കിംഗ് ആണ്. വേറൊരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് എക്സ്ട്രാ വരുന്ന പ്ലാനാർ ട്രാക്കർ, സർഫേസ് ട്രാക്കർ, ക്യാമറ ട്രാക്കറിൻ്റെ ഒക്കെ അടിപൊളി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ആക്യുറേറ്റ് ഉള്ള VFX ഫിലിംസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ഡാവിഞ്ചി റിസോൾവ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ എനിക്കിതിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ബിന്നുകൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പവർ ബിൻ ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബിന്ന് ഓൺ ചെയ്യാം. ഈ ഒരു പവർ ബിന്നിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ ആ സംഭവങ്ങൾ നമുക്ക് എല്ലാ വീഡിയോസിലും, എല്ലാ വർക്കിലും, എല്ലാ പ്രോജക്റ്റിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഈ ഷോർട്ട് കട്ടുകളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ എനിക്ക് ഓരോ വീഡിയോയിലേക്ക് വേണ്ടി ഇതിങ്ങനെ പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇട്ടാൽ മതി. അടുത്തൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ Shift 1 അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രോജക്റ്റ് ആഡ് ചെയ്യാണ്. പുതിയൊരു പ്രോജക്റ്റ് ആഡ് ചെയ്തു. അവിടെ എനിക്ക് ഈ എഫക്റ്റുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടാവും. അതെനിക്ക് വളരെ യൂസ്ഫുൾ ഒരു സംഭവമാണ്. പിന്നെ FCPയിലാകുമ്പോൾ നമുക്ക് സീനൊന്നുമില്ല. നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ എഫക്റ്റുകളാക്കിയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും, എങ്ങനെ പ്രീസെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ ഈ ഒരു ചെറിയൊരു സെക്ഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു കടലിലേക്കാണ് ഇങ്ങോട്ട് എത്തുന്നത്. മാത്രമല്ല ആക്യുറേഷൻ ഭയങ്കരമാണ് കേട്ടോ. FCPയിലോ പ്രീമിയറിലോ വരുമ്പോൾ അല്ല, കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരുപാട് ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ടൂൾസ് കാണാൻ പറ്റും. ഒരുപാട് ടൂൾസ് ഇതിൻ്റെ അകത്ത് തന്നെ സബ് കാറ്റഗറി ആയിട്ട് വേറെ ടൂൾസ് വരുന്നുണ്ട്. പിന്നെ HDR ടൂൾസ് ഇവിടെയൊക്കെ മാറ്റാൻ ഒരുപാട് ചെറിയ പോയിന്റുകൾ, പോലെ ലെറ്റ് പോയിന്റുകൾ, നോഡുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് എഫക്റ്റുകൾ, ഒരുപാട് വലിയൊരു ഏരിയ, സ്കോപ്പുകളൊക്കെ ആയിട്ട് വലിയൊരു ഏരിയ തന്നെ നമുക്ക് കളർ ഗ്രേഡിങ്ങിന് ഇവർ തരുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓഡിയോയിൽ വരുന്ന ഓഡിയോൻ്റെ സ്വന്തമായിട്ടൊരു പേജ്, അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 5.1 വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും ഓഡിയോ ഔട്ട് എടുക്കുന്ന സമയത്ത്. ഇങ്ങനെ തുടങ്ങി കുറേ പ്രീസെറ്റുകളുണ്ട്. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളൊന്ന് ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ അകത്ത് നോയ്സ് കളഞ്ഞ് വൃത്തിയായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്, രണ്ടാമത് ഓട്ടോ ട്രാക്കിങ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഓരോ സംഭവങ്ങൾ എടുക്കുന്ന സമയത്ത് അതും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ സ്വിച്ച് ചെയ്ത്. ഇത് വേറെ ആൾക്കൊരു ഉപകാരപ്പെടാനുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് സ്വിച്ച് ചെയ്തു എന്ന് പലരും എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ 2-3 കുറേ അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ, ഞാനത് പറയാം. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ എഫക്റ്റ് പാക്കുകളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇത്ര എഫക്റ്റുകളെ ചെയ്തുള്ളൂ. മുന്നോട്ട് എഫക്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.